എല്ലാവർക്കും SSC IBSന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ ഫെബ്രുവരി 1 വരുമെന്ന് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണല്ലേ SSC ഫേസ് 12 സെലക്ഷൻ പോസ്റ്റിന്റെ. അങ്ങനെ അത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ SSC ഫേസ് 12 സെലക്ഷൻ പോസ്റ്റിലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്നതിന് ഒരു കാരണമുണ്ടല്ലേ. കഴിഞ്ഞ വർഷം 4000-ഓളം വേക്കൻസി ഉണ്ടായിരുന്ന ഒരു പോസ്റ്റായിരുന്നു. എന്നാൽ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേർപകുതിയായിട്ട് വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട്. 2400-ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 2400-ൽ ഒരാളാവാൻ നമ്മൾ എന്തായാലും ശ്രമിക്കുക. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അധികം ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ, അതുകൂടാതെ വേറൊരു പ്രാധാന്യം കൂടെ ഉണ്ട് ഈ ഒരു എക്സാമിന്. ഒരൊറ്റ ടയറായിട്ട് നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം ഇത് മാത്രമാണ്. SSC അങ്ങനെ വേറെ എക്സാംസ് ഒന്നും കണ്ടക്ട് ചെയ്യാറില്ല. SSC ഒരൊറ്റ ടയർ 1 ഒറ്റ ടയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒറ്റ ലെവലായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ് ഈ ഒരു SSC ഫേസ് 12 സെലക്ഷൻ പോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ അറിഞ്ഞല്ലോ, എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ സൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സൈറ്റ് അല്ല, പുതിയ സൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് പറയാം. അപ്പോൾ നോട്ടിഫിക്കേഷന് മുമ്പ് നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊന്ന് അറിയാം. അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന സൈറ്റ് മാറിയിട്ട് ssc.gov.in എന്ന് പറഞ്ഞ സൈറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൈറ്റിലാണ് നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം പുതിയ സൈറ്റ് വന്നതോടെ അതെല്ലാം മാറി ഇനി ഒന്നും കൂടെ നിങ്ങൾ എല്ലാവരും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈറ്റ് ssc.gov.in ആണ്. ഇതാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിലായിരിക്കും നിങ്ങൾ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും 1 ടൈം രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 26-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മാർച്ച് 18 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈമുണ്ട്. അപ്പോൾ 26 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 18 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ അവർ ടൈം തന്നിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്, അതായത് ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 19 മാർച്ച് വരെയാണ് ടൈം തന്നേക്കുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ഫെബ്രുവരി 26 തൊട്ട് മാർച്ച് 18 വരെയും, ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ച് 19 ടൈം തന്നേക്കുന്നത്. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അത് 6 to 8 മെയ് ആയിരിക്കും നമ്മുടെ ടൈം. അതായത് പരീക്ഷ വരുന്നത് മെയ് 6 തൊട്ട് മെയ് 8 വരെയാണ് നമ്മുടെ എക്സാം വരുന്ന ഡേറ്റ് അവർ തന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ തന്നേക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മുടെ പോസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ വരുന്ന 18 തൊട്ട് 25 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. എന്നാൽ 30-37 വയസ്സ് വരെയൊക്കെയുള്ള പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളത് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നോക്കിയാൽ മതി. അത് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഒരു 25 വയസ്സ്, അതായത് 18 തൊട്ട് 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നതെങ്കിൽ, 18 to 25 ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 1999 ഏർലിയർ ആവാൻ പാടില്ല. അതുപോലെ 2006 ലേറ്റർ ആയിട്ട് ആവാനും പാടില്ല. അപ്പം അങ്ങനെ അതിന് ഒരു മിഡിലായിട്ട് വരുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ 18 to 27 വരുന്ന പോസ്റ്റുകൾ ഉണ്ടാവും. 18 to 28 ഉണ്ട്, 18 to 30 ഉണ്ട്, 18 to 37 ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് നോക്കുക. അങ്ങനെയാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം വരുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലാക്സേഷൻ. എല്ലാ എക്സാംസിനെ പോലെ ഇതിലും ഉണ്ട് ഏജ് റിലാക്സേഷൻ. SC/ST കാൻഡിഡേറ്റ്സിന് 5 years ആണ് വരുന്നത്. OBCക്ക് 3 years ആണ്. PWBDയിൽ 10 years ആണ് വരുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് എത്രയാണെന്നാണ്. 100 rupees ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പേർക്ക് എക്സംഷൻ ഉണ്ട്, അറിയാലോ. അതായത് പെൺകുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ ഫീസിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ് സർവീസ് മാൻ, പിന്നെ SC/ST, അതുപോലെ തന്നെ പെൺകുട്ടികൾ, ഇത്രയും പേർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സംഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കർണാടക റീജിയനാണ്. അവിടെ നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ വരുമ്പം നമുക്ക് എക്സാം സെൻറ്റർ വരുന്ന എറണാകുളം ഉണ്ടാവും, കണ്ണൂർ വരുന്നുണ്ട്, കൊല്ലം,
കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഇത്രയിടത്താണ് നമുക്ക് എക്സാം സെൻറ്റർ കിട്ടുന്നത് നമ്മുടെ റീജിയൻ. അപ്പം നമുക്ക് നമ്മുടെ റീജിയൻ തന്നെ അല്ല, നിങ്ങൾക്ക് മറ്റുള്ള റീജിയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കേരള കർണാടക റീജിയനാണ് ഇവിടുത്തെ എക്സാം സെൻറ്റേഴ്സ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ ഇനി മെയിനായിട്ടുള്ള കാര്യം എക്സാം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതെന്താ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം, 12th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെ ആ എക്സാം അപ്ലൈ ചെയ്യാം, ഡിഗ്രി ഉള്ളവർക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 10th +2 ഡിഗ്രി അങ്ങനെ ഈ വേരിയസ് 3 ലെവൽസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാം നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്ക് പറയാം. നമുക്ക് 4 സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും, QA ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അതിൽ ഇൻ്റലിജൻസ് വരുമ്പം 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മാക്സിമം 50 മാർക്സ് ആയിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് ഈച്ച് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ് ആണ്, അതും 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് ആണ് വരുന്നത്. QAക്കും 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷിന് 25 ക്വസ്റ്റ്യൻസ് 50. അങ്ങനെ ടോട്ടൽ 200 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുന്നത്. 1 hour ആയിരിക്കും എക്സാം ടൈമായിട്ട് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത നെഗറ്റീവ് മാർക്ക് ഉണ്ട് എക്സാമിന്. അപ്പം ആൻസർ ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക, നെഗറ്റീവ് ഒന്നും വരാതെ നോക്കുക. അപ്പോൾ നെഗറ്റീവ് 0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് എക്സാമിന് ഒരു 1 week ബിഫോർ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ആ ഒരു ടൈം നമ്മുടെ എക്സാം 6 to 8 മെയ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനടുത്ത് ഒരാഴ്ച മുമ്പായിരിക്കും അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അറിയേണ്ടത്. ഇനി ഏതൊക്കെ പോസ്റ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഏതൊക്കെ പോസ്റ്റ് അപ്ലൈ ചെയ്യാം, ഏതായിരിക്കും കുറച്ച് കൂടുതൽ ചാൻസ് കിട്ടുന്നത്, വേക്കൻസീസ് കൂടുതലുള്ള പോസ്റ്റ് ഏതാണ്, ഇതെല്ലാമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അപ്പം ഇനി ആരും ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.